എല്ലാവരും നല്ല പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയാണ് ടർബോ. അപ്പോൾ സിനിമ കണ്ടിട്ട് വരുന്ന വഴിയാണ് ഈ സിനിമ പേര് പോലെ ടർബോ ചാർജ്ഡ് ആയോ അതോ ടർബോ ലാഗ് ആണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ റിവ്യൂവിൽ പറയുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. എനിക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടെന്ന് കരുതി ആ സിനിമ നല്ല സിനിമയാണോന്നില്ല, എനിക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടില്ലെന്ന് കരുതി അത് മോശം സിനിമയാണോന്നുമില്ല. ഒരു വലിയ കൂട്ടം ആളുകൾക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ് അതൊരു നല്ല എൻ്റർടൈനർ ആകുന്നത്. ഒരു വലിയ കൂട്ടം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതൊരു മോശം എൻ്റർടൈനർ ആകും. സോ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. അതിനോട് നിങ്ങൾക്ക് യോജിക്കാം, യോജിക്കാതിരിക്കാം, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ്സാണ്. നമ്മുടെ മാസ് മസാല സിനിമകളുടെ സംവിധായകനായിട്ടുള്ള വൈശാഖാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. മിഥുൻ മാനുവൽ തോമസ് ആണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. മമ്മൂക്ക, രാജ്ബി ഷെട്ടി, ആക്ടർ സുനിൽ, ബോളിവുഡ് ടോളിവുഡ് സിനിമകളുടെ പ്രധാന വില്ലനായി വരുന്ന കബീർ സിംഗ്, ശബരീഷ് വർമ്മ, അലക്സാണ്ടർ, ജോണി ആൻ്റണി, ദിലീഷ് പോത്തൻ, അതുപോലെ തമിഴ് ആർട്ടിസ്റ്റ് നമോ നാരായണൻ ദില്ലി ബാബു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. ഒരു പാൻ ഇന്ത്യൻ കാസ്റ്റിംഗ് ഉള്ള പടമാണ്. ഇപ്പോൾ കന്നഡയിൽ നിന്നാണെങ്കിൽ രാജ്ബി ഷെട്ടി ഉണ്ട്, തെലുങ്കിൽ നിന്നാണെങ്കിൽ സുനിലുണ്ട്, ബോളിവുഡിൽ നിന്നാണെങ്കിൽ കബീർ സിംഗ് ഉണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ ഇൻഡസ്ട്രികളിൽ നിന്നും ആളുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അതുപോലെ ആയിരിക്കും പ്രതീക്ഷകൾ. തുടക്കത്തിൽ നല്ലൊരു ഫൈറ്റൊക്കെ ഉണ്ടെങ്കിലും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ആ ഫൈറ്റിന് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഫാൻസ് കയറുന്ന ഒരു ഷോയാണ്. എന്നിട്ട് പോലും മഴയായതുകൊണ്ടാണോ എന്നറിയില്ല, ആളുകളൊക്കെ കുറച്ചൊന്നും നനഞ്ഞ പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നു. എല്ലാവരും പ്രത്യേകിച്ച് ഒരു റെസ്പോൺസും ഇല്ലാതെ വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞ് പടം മുന്നോട്ട് പോകുന്നു. അപ്പം ഇപ്പോൾ ടർബോ ചാർജ് ആവും എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ചെറിയൊരു ടർബോ ലാഗാണ് അനുഭവപ്പെട്ടത്. അതിനിടയിൽ കുറേ കോമഡിയൊക്കെ ഉണ്ട്. കോമഡിയൊക്കെ അത്യാവശ്യം വർക്കൗട്ട് ആയിട്ടുണ്ട്. എസ്പെഷ്യലി ബിന്ദു പണിക്കറിൻ്റെ ഒരു പ്രധാന കൗണ്ടറുണ്ട്. അമ്മച്ചി ജെറി എന്ന് പറയുമ്പോൾ ബിന്ദു പണിക്കർ തിരിച്ച് പറയുന്ന കുറച്ച് കൗണ്ടറുകളൊക്കെ ഉണ്ട്. അതാണ് തിയേറ്ററിൽ ആദ്യമായിട്ട് ചിരി ഉണ്ടാക്കിയ സീനെന്ന് പറയുന്നത്. അതുവരെ എല്ലാ ആൾക്കാരും വെറുതെ പാവകളെ പോലെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ ഒരു സീൻ വന്നപ്പോൾ പെട്ടെന്ന് ക്രൗഡൊന്ന് ഇറങ്ങി. അതുപോലെ തന്നെ അലക്സാണ്ടറിൻ്റെ ഒരു സീൻ, ഇന്ദുരേഖയല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സീനുണ്ട്. അലക്സാണ്ടർ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് അത്. ആ ഒരു സീനിൽ ഫോൺ വിളിക്കുന്നൊരു സീനുണ്ട്. ആ സീനിലും ചെറിയൊരു രീതിയിൽ തിയേറ്റർ റെസ്പോൺസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കഥ ചെന്നൈ ബേസ്ഡായിട്ടാണ് നടക്കുന്നത്. പിന്നെ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വില്ലൻ, നമ്മൾ സാധാരണ ഒരുപാട് മാസ് മസാല സിനിമകളിൽ കണ്ടിട്ടുള്ള പോലെ വില്ലൻ്റെ ഇത് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. പക്ഷേ രാജ്ബി ഷെട്ടിയെ പോലുള്ള ഒരു ഗംഭീര ആക്ടർ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ ഉള്ളൊരു ഡെപ്ത് ആ വില്ലൻ ക്യാരക്ടറിന് ഇല്ലെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം കുറേ കാര്യങ്ങളൊക്കെ വില്ലൻ പറയുന്നുണ്ടെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ടൊന്ന് എനർജൈസ്ഡ് ആകുന്നില്ല. കുറേ നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള പല സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മളായിട്ടത് പറയാതിരിക്കാൻ വേണ്ടി വില്ലൻ തന്നെ അത് പറയുന്നുണ്ട് ഇത് ക്ലീശയാണെന്നുള്ളത്. പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഫൈറ്റ് അത്യാവശ്യം നല്ല, ഇതൊരു മാസ് മസാല അടിപ്പടമാണ്. ഒരു അടിപ്പടം എന്നുള്ള നിലയ്ക്ക് ഫസ്റ്റ് ഇൻട്രോ ഫൈറ്റ് അതിനകത്ത് പ്രോപ്സ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്ന നന്നായിട്ടുണ്ട്. അതായത് ആ ഒരു ഫൈറ്റിന് വേണ്ടി യൂസ് ചെയ്ത കുറച്ച് പ്രോപ്സ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതൊക്കെ നന്നായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മമ്മൂക്കയെ കുറിച്ച് പറയുമ്പോൾ സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ വയ്യ. കാരണം മമ്മൂക്ക, രജനീകാന്ത് പോലുള്ള ആളുകൾ ഈ ഒരു 72-73 വയസ്സിലും അവർ ഫിസിക്കലി ഇടുന്ന എഫേർട്ട് ശരിക്കും സമ്മതിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ്. നമുക്കിട്ടത് പറയാൻ എളുപ്പമാണ്. നമ്മൾ ശരിക്കും ഫിസിക്കലി കുറച്ച് ഇൻവോൾവ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ ഇതുവരെ ചെയ്യാതിരിക്കുന്ന പെട്ടെന്നൊരു കാര്യം ചെയ്യുമ്പോൾ അതുപോലുള്ള ബോഡി പെയിൻ ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. ഇപ്പം പെട്ടെന്ന് നിങ്ങൾക്കൊരു സിനിമയിൽ ഒരു ചാൻസ് കിട്ടി, ഒരു ഫൈറ്റ് സീക്വൻസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം അന്നത്തെ ദിവസം രാത്രി എത്രത്തോളം ശരീരവേദനയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സമ്മതിച്ചു കൊടുക്കണം. ഈ 72-73 വയസ്സിൽ അത്രത്തോളം എഫേർട്ട് ഇട്ട് അങ്ങനെ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്യാം. ഞാൻ തന്നെ സിനിമ കണ്ടോണ്ടിരുന്നപ്പോൾ ആലോചിച്ച് ഈ മനുഷ്യൻ രാത്രിയാകുമ്പോൾ ബോഡി പെയിൻ എടുക്കില്ല എന്നുള്ളത്. കാരണം അത്രയ്ക്ക് നല്ല രീതിയിൽ നമുക്ക് ആ സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും പുള്ളി ശരിക്കും കഷ്ടപ്പെട്ട് നല്ലപോലെ എഫേർട്ട് ഇട്ട് പുള്ളി ആ കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വലിയൊരു ഹാറ്റ്സ് ഓഫ്. ഈ സിനിമ ബാക്കി എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളതല്ല, മമ്മൂക്കയുടെ ആ ഒരു ഡെഡിക്കേഷനും അദ്ദേഹത്തിൻ്റെ ആ ഒരു കഷ്ടപ്പാടിന് ഞാൻ 100-ൽ 100 മാർക്ക് കൊടുക്കും. സോ ആ ഒരു കാര്യത്തിൽ എനിക്ക് വളരെയധികം സംതൃപ്തി തന്നൊരു കാര്യമാണ്. പിന്നെ കാർ ചേസ് സീനുണ്ട്, അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ക്ലൈമാക്സ് ഫൈറ്റ് അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നെ തോന്നും അയ്യോ ഇത് തീരുന്നില്ല, ഇതിനൊരു അന്ത്യമില്ലെന്ന് ആലോചിക്കുമ്പോൾ മമ്മൂക്ക തന്നെ ചോദിക്കും ഇതെന്താണ് തീരുന്നില്ല, ഇതിനൊരു അന്ത്യമില്ലെന്ന് മമ്മൂക്ക തന്നെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരു ഫിഷ് ഫാക്ടറി സീനുണ്ട്. അപ്പോൾ അതിനകത്ത് ഫിഷിനെ കാണിക്കുമ്പോൾ മീനിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ചില വീഡിയോ ഗെയിംസിലൊക്കെ കാണുന്ന പോലെ നമുക്ക് ഗ്രാഫിക്സ് പോലെ തോന്നുന്ന രീതിയിലുള്ള ഒരു ഒറിജിനാലിറ്റി തോന്നാത്ത മീനുകളായിരുന്നു അതിനകത്ത് കണ്ടത്. പിന്നെ ഓരോ ആർട്ടിസ്റ്റുകളായിട്ട് എടുത്ത് പറയുമ്പോൾ മമ്മൂക്ക ആസ് യൂഷ്വൽ അദ്ദേഹത്തിന്റെ റോള് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബിന്ദു പണിക്കർ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോള് ബിന്ദു പണിക്കരുടെയാണ്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശബരീഷ് പറഞ്ഞാൽ കുഴപ്പമില്ല, അവരേജ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അലക്സാണ്ടർ ഉണ്ട്. അലക്സാണ്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്ഥിരം എല്ലാ പടങ്ങളും സ്ഥിരം ചൊറിയനായിട്ട് അഭിനയിക്കുന്ന അദ്ദേഹം ഒരു പോലീസ് ഓഫീസറായിട്ടാണ്, ചൊറിയനല്ലാത്തൊരു പോലീസ് ഓഫീസറായിട്ടാണ്. അപ്പോൾ ആ ഒരു ക്ലീഷേ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ദിലീഷ് പോത്തൻ ഇതിനകത്തൊരു റോൾ ചെയ്തിട്ടുണ്ട്. ആൻഡ്രൂ എന്ന് പറയുന്ന ഒരു ബിസിനസ് മാഗ്നറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ദിലീഷ് പോത്തൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ജോണി ആന്റണി ആദ്യത്തെ കുറച്ച് സീനുകളിൽ വന്നു പോകുന്നുണ്ട്. ഇടുക്കിയിലെ ഒരു ബിസിനസ്സുകാരനായിട്ടാണ് ജോണി ആന്റണി. പിന്നെ ഇതിനകത്ത് നായിക കഥാപാത്രം എന്ന് പറയാവുന്ന ഇന്ദുലേഖ എന്നുള്ളൊരു കഥാപാത്രം അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ഇടയ്ക്ക്. വേറെ ഏതെങ്കിലും നല്ലൊരു കാസ്റ്റ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു. സുനിൽ ഇതിനകത്ത് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഒരു ഓട്ടോ വില്ലനാണ്. അത്യാവശ്യം കോമഡി വർക്കൗട്ട് ആയ ഒരു ക്യാരക്ടറാണത്. മൊത്തത്തിൽ വേറൊരു മൂഡിൽ പോകുന്ന പടത്തിന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെറിയ രീതിയിലെങ്കിലും ഒരു
ഒരു ഹ്യൂമർ ഫാക്ടർ ഉണ്ടാക്കാൻ ആ ക്യാരക്ടറിന് സാധിച്ചിട്ടുണ്ട്. ആകെ മൊത്തം ടോട്ടലി പറയുകയാണെങ്കിൽ ഫൈറ്റ് സീക്വൻസ്, അവസാനത്തെ ഫൈറ്റ് സീക്വൻസ്, അങ്ങനെയുള്ള ചില ആ ഒരു ബസ്സിനകത്തുള്ള ഫൈറ്റ് സീക്വൻസ്, ചേസ്, അതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ തല്ലും പിടിയൊക്കെ കഴിഞ്ഞ് പടം ഒരു ഹാപ്പി എൻഡിങ്ങിലേക്ക് എത്തുമ്പോൾ, പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അവിടെ ഒരു ടെയിലൻഡ് പോലൊരു സാധനം വരുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തിയേറ്ററിൽ ഒരു ഓളം ഉണ്ടാക്കാൻ ആ ഒരു ടെയിലൻഡിന് സാധിച്ചു. സോ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞ് ഞാൻ അതിൻ്റെ ഒരു ത്രില്ല് കളയുന്നില്ല. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. അത് അത്യാവശ്യം തിയേറ്ററിൽ നല്ല ഓളം ഉണ്ടാക്കിയ ഒരു സീനായിരുന്നു. അത് നിങ്ങൾ എന്തായാലും നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ബാക്കി മൊത്തം കഥാ ബേസ് ആണെങ്കിലും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ആവറേജ് സിനിമ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പം മികച്ചൊരു സിനിമയായിട്ടായിരിക്കും തോന്നുന്നത്. സോ അതുകൊണ്ട് എൻ്റെ അഭിപ്രായം കേൾക്കേണ്ട. നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ആസ്വദിക്കുക. ഫാമിലി ഓഡിയൻസിനൊക്കെ ചിലപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള സിനിമയായിരിക്കും ഇത്. ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത്. വീണ്ടും പറയുന്നു, ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത്. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. ഓരോ ആൾക്കാർക്കും ഓരോ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള സിനിമയായിരിക്കും ഇത്.